വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തി കോട്ടൺ ഹിൽ സ്കൂൾ പുറത്തിറക്കിയ സോപാനം എന്ന മാഗസിനിലാണ് വിവാദമുയർത്തിയ പരാമർശമുണ്ടായിരുന്നത്. കുസൃതി ചോദ്യങ്ങൾ എന്ന പേരിൽ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ. ചോദ്യം: ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം: ഹനുമാൻ. മറ്റൊരു ചോദ്യം: CD ആദ്യമായി എടുത്തെറിഞ്ഞത് ആര്? ഉത്തരം: മഹാവിഷ്ണു. ഇത്തരം ചില പരാമർശങ്ങൾ ഹിന്ദുമത വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നത്. എന്നാൽ തമാശ രൂപേണ എഴുതുന്ന ഇത്തരം ചോദ്യങ്ങൾ ഇതിനു മുമ്പും പല പ്രസിദ്ധീകരണങ്ങളിലും വന്നിട്ടുണ്ട്. വിവാദത്തെ തുടർന്ന് മാഗസിന്റെ വിതരണം സ്കൂൾ അധികൃതർ നിർത്തിവെച്ചു. അതേസമയം നിസ്സാരമായ കാര്യങ്ങളെ വിവാദമാക്കേണ്ടതില്ലെന്ന നിലപാടാണ് DPI ബിജു പ്രഭാകർ സ്വീകരിച്ചത്. ഞാനും വായിച്ചു നോക്കി, വലിയൊരു കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഇങ്ങനൊന്നും ഉള്ള ഒരു ചെറിയ പ്രശ്നത്തിനെ ഒരു പർവ്വതീകരിച്ച് കാണിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ വർഗീയം എന്നുള്ളൊരു വിഷം ഒക്കെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കത്തുള്ളൂ. സ്കൂളിൻ്റെ നടപടി ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു PTA എടുത്ത തീരുമാനമാണ്. DPI എന്നുള്ള നിലയിൽ ഞാൻ നിരോധിക്കത്തില്ലായിരുന്നു, അതെനിക്ക് പറയാൻ പറ്റും. സംഭവത്തെ തുടർന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.